ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. സമീപകാലത്തൊന്നും ഇത്തരമൊരു തട്ടിക്കൊണ്ടുപോകൽ ഈ ലോകം കണ്ടിട്ടില്ല. അത്രയും ആസൂത്രിതമായിട്ടായിരുന്നു കഴിഞ്ഞ ജനുവരി 3-ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയത്. ഈ വാർത്ത ആദ്യം അവിശ്വാസത്തോടെയായിരുന്നു ലോകം കണ്ടത്. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെ കയ്യിലുള്ള ഒരു രഹസ്യ ആയുധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സോണിക് വെപ്പൺ എന്നാണ് അതിന് പറയുന്നത്. അമേരിക്കൻ സൈനികർ വെനസ്വേലിയൻ പ്രസിഡന്റിന്റെ വസതി ആക്രമിച്ചപ്പോൾ അവിടെ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അനുഭവങ്ങൾ ലോകം ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളുമായിരുന്നു പ്രധാനമായും തട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക ഉപയോഗിച്ചത്. എന്നാൽ അവിടേക്ക് പറന്നിറങ്ങിയ ഏതാനും അമേരിക്കൻ സൈനികർ 100ഓളം സുരക്ഷാ ഗാർഡുകളെ ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദമാക്കിയത് എങ്ങനെ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ അതിനായി ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? തലയ്ക്കുള്ളിൽ നിന്നും പൊട്ടിച്ചിതറുന്നതുപോലെ ചിലരുടെ മൂക്കിൽ നിന്നും രക്തം വന്നു. മറ്റു ചിലർ രക്തം ഛർദ്ദിച്ചു. എഴുന്നേക്കാൻ പോലും ആകാതെ സൈനികർ താഴെ വീണു എന്നൊക്കെയാണ് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ലോകം ഇതിനു മുമ്പ് കണ്ടില്ലാത്ത തരം ആയുധമാണ് അമേരിക്ക വെനസ്വേലയിൽ ഉപയോഗിച്ചെന്ന സംശയം അതോടെ ബലപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തോട് വൈറ്റ് ഹൗസ് ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഞങ്ങൾ ജാഗ്രത പാലിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാ റഡാർ സംവിധാനങ്ങളും ഒരു അറിയിപ്പും ഇല്ലാതെ ഓഫായി. ഒട്ടും വൈകാതെ ഡസൻ കണക്കിന് ഡ്രോണുകളും കുറച്ച് ഹെലികോപ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം 20ഓളം അമേരിക്കൻ സൈനികർ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി. എണ്ണത്തിൽ വളരെ കുറവായിരുന്നിട്ടും ആ സൈന്യം പ്രദേശത്തിന്റെ നിയന്ത്രണം പെട്ടെന്ന് ഏറ്റെടുത്തു. ഇതാണ് ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. മുമ്പ് നമ്മൾ നടത്തിയ ഒരു യുദ്ധത്തെയും പോലെ ആയിരുന്നില്ല ഇതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങൾ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു, പക്ഷെ ഒരു അവസരവും ഞങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് നൽകിയില്ല. അവർ വളരെ കൃത്യതയോടെയും വേഗതയോടെയും വെടിവെച്ചുകൊണ്ടിരുന്നു. ഓരോ സൈനികനും 1 മിനിറ്റിൽ 300 റൗണ്ട് വെടിവെക്കുന്നത് പോലെ തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഏറ്റവും മാരകമായ ആയുധം മറ്റൊന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവർ മറ്റൊരു ആയുധം പ്രയോഗിച്ചു. അതെങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. തീവ്രമായ ഒരു ശബ്ദതരംഗം പോലെ ഒന്ന്. പക്ഷേ എന്റെ തലക്കുള്ളിൽ നിന്നും പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. ഞങ്ങളുടെ എല്ലാവരുടെയും മൂക്കിൽ നിന്നും രക്തം ഒഴുകിയിരുന്നു. ചിലർ രക്തം ഛർദ്ദിച്ചു. ഒന്നനങ്ങാൻ പോലും കഴിയാതെ പലരും താഴെ വീണു. ആ സോണിക് ആയുധത്തിന് ശേഷം ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പോലും കഴിഞ്ഞില്ല എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നു. മഡുറോയെ തട്ടിക്കൊണ്ടുപോകാനായി അമേരിക്ക നടത്തിയ റെയ്ഡിൽ 100ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി വെനസ്വേലയുടെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിൽ 40ഓളം പേർ ക്യൂബയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ആരവങ്ങൾ ഒന്ന് അടങ്ങിയ ഒരു രാത്രിയാണ് കാരക്കസിലെ അതീവ സുരക്ഷിതമായ വസതിയുടെ ലോഹ മതിലുകൾ അടക്കം തകർത്തുകൊണ്ട് അമേരിക്കയുടെ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് അരങ്ങേറിയത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യ സീലിയ ഫ്ലോറൻസും മിനിറ്റുകൾക്കകം അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലായി. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തി ഭേദിച്ച് അവിടുത്തെ ഭരണാധികാരിയെ കസ്റ്റഡിയിലെടുത്ത് അമേരിക്കൻ സേന ന്യൂയോർക്കിലേക്ക് പറന്നു. ഇതെല്ലാം അങ്ങനെ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള വസതിയിൽ ട്രംപും സംഘവും തത്സമയം കണ്ടുകൊണ്ടിരുന്നു. മഡുറോയെ റാഞ്ചാൻ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളാണ് അമേരിക്ക നടത്തിയത്. സൈനിക നടപടിക്കായി മഡുറോയുടെ വസതിയുടെ മാതൃക നിർമ്മിച്ച് ഡെൽറ്റ ഫോഴ്സ് മാസങ്ങളോളം പരിശീലനം നടത്തിയിരുന്നു. അതീവ സുരക്ഷയുള്ള ലോഹവാതിലുകൾ തകർത്ത് ഉള്ളിൽ പ്രവേശിക്കുന്നതിന്റെ രീതി ഉൾപ്പെടെ അവർ പരിശീലിച്ചു. സിഐഎയുടെ സംഘം ഓഗസ്റ്റ് മുതൽ വെനസ്വേലയിൽ ഉണ്ടായിരുന്നു. ബോട്ടുകളിൽ ലഹരി കടത്തുന്ന സംഘങ്ങളെ പിടികൂടാനെന്ന പേരിൽ സൈന്യം അവിടെ എത്തിയിരുന്നു. ഡിസംബറിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ജെറാൾഡ് ആർ ഫോർഡും അവിടെ എത്തി. മഡൂറോ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും എപ്പോൾ എന്നതടക്കം, എന്ത് കഴിക്കും, ധരിക്കുന്ന വസ്ത്രങ്ങൾ, അദ്ദേഹം ഓമനിച്ച് വളർത്തുന്ന ജീവികൾ ഏതൊക്കെ, അങ്ങനെ എല്ലാ വിവരങ്ങളും ഡെൽറ്റ ഫോഴ്സ് ശേഖരിച്ചിരുന്നു. മേഘങ്ങൾ ഇല്ലാത്ത തെളിഞ്ഞ ഒരു രാത്രിക്കായുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട്. ജനുവരി 2-ന് ട്രംപിന്റെ അനുമതി കിട്ടിയതോടെ രാത്രി മഡുറോയുടെ വസതിയിലേക്ക് ഡെൽറ്റ സംഘം ഇരച്ചു കയറി. സൈന്യം വളയുമ്പോൾ സുരക്ഷിതമായ മുറിയിലേക്ക് മാറാനുള്ള ശ്രമത്തിലായിരുന്നു മഡുറോയും ഭാര്യയുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് അറിയിച്ചു. മഡുറോ വാതിലിന് അരികെ വരെ എത്തി. പക്ഷേ ആ വാതിൽ അടക്കാൻ കഴിയും മുമ്പേ സൈന്യം കുതിച്ചെത്തി. മഡുറോക്കും ഭാര്യയ്ക്കും കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു.